ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഈ ബസ്സിൽ ആറ്റിറ്റ്യൂഡും കാണിച്ചിട്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കല്ല, ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നൊരു സ്ഥലത്തിലേക്കാണ്. അതായത് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഞാൻ എത്ര നേരത്തെ വേണമെങ്കിൽ അതിന് വേണ്ടി എണീക്കും, എന്ത് വേണമെങ്കിൽ ഞാൻ അതിന് വേണ്ടി ചെയ്യും. എവിടെ നിന്നാലും എനിക്ക് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അപ്പം ഞാനിതാ പട്ടാമ്പിക്ക് എത്തി. അവിടെ നേരെ വേറെ ബസ്, അവിടെയായിരുന്നു പൊതിഞ്ഞ വെയിലായിരുന്നു, ചൂട് ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവസാനം ബസ്സിക്ക് എടുത്തപ്പോൾ ഞാൻ ബസ് ചാർജ് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാനിതാ ആൾ വരാൻ വേണ്ടി, കണ്ടക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ നോക്കി ഇരിക്കുകയാണ്. ആളാണെങ്കിൽ വരുന്നത് ഈ പൈസ കൊടുത്തിട്ട് വേണം ഒന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ അവസാനം അങ്ങോട്ട് പൈസയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോഴാണ് ഒറ്റപ്പാലം എത്തിയത് പറഞ്ഞു. അത്ര നേരം വെട്ടിയിട്ട വാഴത്തണ്ട് കിടക്കുന്ന പോലെ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. കണ്ണ് തുറന്ന് ബസ് എന്താ നിന്ന് ചൂടെടുക്കുന്നത് എന്താന്ന് പറഞ്ഞ് നോക്കുമ്പോഴായിരുന്നു ഒറ്റപ്പാലം എത്തിയിരിക്കുകയാണ്, ബസ് നിർത്തിയിട്ടിരിക്കുകയാണെന്ന് എനിക്ക് അറിഞ്ഞത്. പിന്നെ അങ്ങോട്ട് സൈഡ് സീറ്റിലിരിക്കാൻ വലിയൊരു ആക്രാന്തമായിട്ട് കയറിയിരുന്നു. പക്ഷെ അവിടെ ആണെങ്കിൽ പൊതിഞ്ഞ വെയിലും കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും കുഴപ്പമില്ല, സൈഡ് സീറ്റ് വിട്ട് വേറൊരു കളിയില്ലാന്ന് വേണ്ടി ഞാനിതാ കയ്യും കാലൊക്കെ വെച്ച് ഇവിടെ മറച്ചിട്ട് ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന പോലെയൊക്കെ ഞാൻ അങ്ങോട്ട് ഇരിക്കുകയാണ്, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ താനായി എന്നൊക്കെ പറഞ്ഞ് ക്യൂരിയോസിറ്റി കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ഒരു അമ്മയും 2 മക്കളും. ആ 2 മക്കൾക്ക് 2 കുഞ്ഞു കുട്ടികളായിരുന്നു, കുഞ്ഞു മക്കളായിരുന്നു. അപ്പോൾ 2 പേർക്കും അമ്മയുടെ അടുത്ത് തന്നെ കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് പാവം ആ കുട്ടിയും വലിയ കുട്ടി മൂത്ത കുട്ടി ചെറിയ കുട്ടീനെ മുട്ടുമ്പോൾ അവൾ കിടന്ന് കരയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് നേരം കണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നൊക്കെ പറയുമ്പോൾ കുട്ടി വന്നില്ല. പിന്നെ ഞാൻ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നു, വേറെ വഴിയില്ലല്ലോ, അടുത്താണെങ്കിൽ സംസാരിക്കാൻ ആരുമില്ല. അവസാനം ഞാനിതാ പാലക്കാട് എത്തുന്നു എന്നൊക്കെ പറയാം. ഞാൻ അവസാനം പാലക്കാട് എത്തി, അനിയൻ വന്ന് പിക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ നൈറ്റ് ലൈഫ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മിഷൻ സ്കൂള് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. പിന്നെ നമ്മുടെ പുതിയ ഗണപതി സിൽക്സ് നമ്മുടെ പാലക്കാട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. പിന്നെ സ്മാർട്ട്, ഞാൻ എന്നും കയറുന്ന സ്മാർട്ട് സ്റ്റുഡിയോയ്ക്കാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ അനിയൻ വന്ന് കോളെടുത്ത് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ജംഗ്ഷൻ എത്തി. വീടിൻ്റെ അവിടേക്ക് എത്താനായി. എൻ്റെ അനിയൻ്റെ സ്പീഡ് എത്രയും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീടെത്തി എന്ന് പറയാം. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് തറവാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ തറവാട്ടിലെ അച്ഛമ്മയും അനിയനും കൂടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ നേരെ അച്ഛമ്മനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛമ്മനെ കാണാൻ വേണ്ടി കഴിഞ്ഞ വീക്ക് പോയില്ലല്ലോ. അപ്പോൾ അത് അച്ഛമ്മനെ കണ്ടപ്പോൾ അച്ഛമ്മയ്ക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റില്ല. അച്ഛമ്മയ്ക്കുള്ള സ്നാക്സൊക്കെ വാങ്ങിയിട്ട് പോയി. അച്ഛമ്മയ്ക്ക് മെയിനായിട്ട് വേണ്ട വെറ്റിലയാണ്. അപ്പോൾ അച്ഛമ്മയ്ക്ക് വേണ്ട വെറ്റിലയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ബാഗിൽ കുറച്ച് തിന്നാനൊക്കെ ഉണ്ട്. അപ്പോൾ കൊണ്ടുപോയപ്പോൾ അച്ഛമ്മയ്ക്ക് അങ്ങോട്ട് സങ്കടം, നീ പറഞ്ഞില്ലല്ലോ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, അവിടെ നീ പറഞ്ഞില്ലല്ലോ വിളിച്ചില്ലല്ലോ. അവസാനം ഞാൻ എൻ്റെ വീടെത്തി. ഞാൻ അങ്ങനെ ഫൈനലി ഞാൻ വീടെത്തി, അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ വീണ്ടും പറയണേ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ്. ഒന്നും ഇല്ലെങ്കിൽ പോലും എനിക്കൊരു സുഖമാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക് യു.